മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനായുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. യോഗത്തിൽ 28 ഡി ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 101 എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും രൂപം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പിറവം നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ AITUC ജില്ലാ സെക്രട്ടറി KN ഗോപി ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ഭരണസമിതി നടത്തിയ വികസനവും ക്ഷേമ പദ്ധതികളും ഈ നഗരപ്രദേശത്തെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കാണുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് നല്ലതായി ബോധ്യം വരുന്നുണ്ട്. അഴിമതിരഹിത ഭരണം കാഴ്ചവെച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുന്നിൽ വെച്ച മാനിഫെസ്റ്റോയിൽ പറഞ്ഞതെല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. CPIM ഏരിയ കമ്മിറ്റി അംഗം CK പ്രകാശ് ആയിരുന്നു അധ്യക്ഷൻ. സംസ്ഥാനത്ത് അടുപ്പിച്ച് രണ്ട് വട്ടം ശുചിത്വത്തിനുള്ള അവാർഡ് നേടിയ ഒരു മുനിസിപ്പാലിറ്റി കുറവുമല്ലാതെ മറ്റൊന്നില്ല. കേരളത്തിലെ ഇന്ത്യയിൽ ആദ്യമായി കാർഷിക മേഖലയിൽ കൃഷിക്കാർ നിലമൊരുക്കുന്നതിന് വേണ്ടി എത്ര ആയിരം രൂപ ചെലവ് വരുന്നോ അതിന് നേർപകുതി ആ കൃഷിക്കാരന്റെ കീശയിലേക്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നത് മുനിസിപ്പാലിറ്റി കുറവുമല്ലാതെ മറ്റു വേറെ ഒന്നുമില്ല. പോയ 4 വർഷക്കാലം കൊണ്ട് 1,15,00,000 രൂപ ഈ മുനിസിപ്പാലിറ്റി നെൽകൃഷിക്കാരന്റെ പോക്കറ്റിലേക്ക് ഇട്ടുകൊടുത്ത മുന്നണിയാണ് ഇപ്പോൾ അധികാരം വിട്ടിറങ്ങുന്ന നമ്മുടെ പിറവത്തെ മുനിസിപ്പാലിറ്റി. യോഗത്തിൽ നഗരസഭയിൽ മത്സരിക്കുന്ന 28 ഡിവിഷനുകളിലെയും LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു. LDF നേതാക്കളായ MJ ജേക്കബ്, PB രതീഷ്, KP സലിം, CN സദാമണി, ടോമി K തോമസ്, സോജൻ ജോർജ്, അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, അഡ്വക്കേറ്റ് ജൂലി സാബു, സോമൻ വലയിൽ, KC തങ്കച്ചൻ, സാജു ചേന്നാട്ട് എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെ കണ്ടെത്തി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നവരെല്ലാം നമ്മുടെ വേദിയിലുണ്ട്. അതിനകത്ത് ആ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് എനിക്ക് അവരെ 1-2 ആളുകളെ വിളിച്ച് ബാക്കി എല്ലാവരെയും അറിയാം. അപ്പം നല്ല ബാലൻസ്ഡായിട്ടുള്ള ഒരു ടീമിനെയാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. പരിചയമുള്ളവരും പൊതുരംഗത്തും മറ്റ് അധ്യാപക രംഗത്തും വിവിധ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച് അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളവരും മറ്റ് തീരെ ചെറുപ്പമുള്ള 1-2 ആളുകളെ ഒഴിച്ച് നല്ല ഒരു ടീമാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഭാരവാഹികളായി MJ ജേക്കബ്, PB രതീഷ്, CN സദാമണി, ടോമി K തോമസ് എന്നിവർ രക്ഷാധികാരികളായും, KC തങ്കച്ചൻ ചെയർമാനായും, സോമൻ VR കൺവീനറായും, CK പ്രകാശ് ട്രഷററായും, ജേക്കബ് പോൾ, എലിയമ്മ ഫിലിപ്പ്, സാജു ചേന്നാട്ട് എന്നിവർ വൈസ് ചെയർമാൻമാരായും, രാജു തെക്കൻ, MM ജോസഫ്, സുരേഷ് ചന്തേലിൽ, അനന്തു വേണുഗോപാൽ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ വിമർശനങ്ങളും ചോദ്യങ്ങളും അസ്വസ്ഥതകളും ജനങ്ങളിൽ നിന്നുണ്ടാകാറുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങൾ ഹൃദയത്തോടെ ഏറ്റുവാങ്ങുന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നു എന്ന അഭിമാനത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ന്യൂസ് ബ്യൂറോ, പിറവം. അതെ, സ്ലിപ്പേഴ്സിന് വെറും 99 രൂപയുള്ളൂ. അത് മാത്രമല്ല, കോട്ടൺ നൈറ്റിക്കും ടോപ്പിനും വെറും 199 രൂപ. നല്ല വെറൈറ്റി കുർത്തീസിന് വെറും 310 രൂപ. ഇതൊന്നും കൂടാതെ ലെഗിങ്സ്, ഷോർട്സ് ഇതിലെല്ലാത്തിനും ഓഫർ ഉണ്ട്. ദ സോൾ ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി.